പ്രിയപ്പെട്ടവരെ, മാങ്ങാക്കാലമാണ്, സ്കൂൾ വെക്കേഷനുമാണ്. അപ്പോൾ നമുക്ക് മാങ്ങ പറിച്ച് താഴെ വീഴാതെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു സാധനം ചെയ്താലോ? വളരെ നല്ലതായിരിക്കും അല്ലേ? സാധാരണ മാങ്ങ വീണ് ഒന്നുകിലും പച്ച മാങ്ങയാണെങ്കിൽ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ പഴുകാൻ വെച്ചാൽ ചിലപ്പം ചീത്തയായിട്ടാണ് കിട്ടുക. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് തന്നെ മാങ്ങ കിട്ടുന്ന രീതിയിൽ ഒരു സാധനം ചെയ്തെടുക്കാം. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, നോക്കാം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഒന്നാമത്തേത് ഒരു PVC പൈപ്പാണ്. നമ്മൾ പറിക്കാൻ ഉദ്ദേശിക്കുന്ന മാങ്ങയുടെ മാക്സിമം സൈസിനേക്കാളും അല്പം സൈസ് കൂടിയ പൈപ്പാണ് സെലക്ട് ചെയ്യാൻ. പിന്നെ വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ്. ഇത് ഞാൻ വേറൊരു പ്രൊഡക്റ്റ് വാങ്ങിയപ്പോൾ പാക്കിംഗ് ആയിട്ട് വന്ന ട്യൂബാണ്, അല്ലെങ്കിൽ ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാനും കിട്ടും. ഇതിങ്ങനെ ഈ പൈപ്പിനകത്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു പ്രൂണിങ് സിസേഴ്സാണ്. ചെടി കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസറാണ്. ഇതിനൊരു പ്രത്യേകത ഉള്ളത്, ഇതിൻ്റെ ഷേപ്പ് കാരണം നമ്മളൊരു സാധനം കട്ട് ചെയ്യാൻ വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സ്ലിപ്പാവാതെ കട്ടായി പോകും. സാധാരണ സിസേഴ്സ് കൊണ്ട് നമുക്ക് ഈ പർപ്പസ് നടക്കില്ല. ഇത് നമ്മുടെ കട്ട് ചെയ്യാൻ വേണ്ടി ഐറ്റംസിനെ കട്ട് ചെയ്യാൻ വേണ്ടി പിടിച്ചു വെച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് കട്ടായി പോകും. ഇനി വേണ്ടത് ഒരു പെയിൻറ്റേഴ്സ് ടേപ്പ് എന്നറിയപ്പെടുന്ന പേപ്പർ ടേപ്പാണ്. ഒരു 10 കേബിൾ ടൈ കൂടെ വേണം, 3 mm വീതിയുള്ളത്. ആദ്യമായിട്ട് നമുക്ക് കട്ടറിനെ ഈ PVC പൈപ്പിൻ്റെ മേലെ വെച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി കുറച്ച് അളവുകൾ എടുക്കാം. എന്ന് പറഞ്ഞാൽ PVCയുടെ മേലെ നമുക്ക് ഏതാണ്ട് ഒരു V ഷേപ്പിൽ ഒരു കട്ടുണ്ടാക്കണം. അതിനുവേണ്ടി ഒരു മാർക്കർ പേന അല്ലെങ്കിൽ CD മാർക്കർ പേന വെച്ചിട്ട് ഒരു V ഷേപ്പിൽ മാർക്ക് ചെയ്യണം. ഇതിലൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ വേണ്ടത് ഈ സിസേഴ്സ് ഇവിടെ ഉറപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. അതിനുവേണ്ടി അതിൻ്റെ ഔട്ടറിലൂടെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു കേബിൾ ടൈയുടെ ഒരു സെറ്റ് മാർക്ക് കൊടുക്കുക. അതുവഴി ചുറ്റി കേബിൾ ടൈ ഇടാനുള്ളതാണ്. ഇവിടെ രണ്ടാമത്തെ സെറ്റ് കേബിൾ ടൈ. ഇവിടെ മൂന്നാമത്തെ കേബിൾ ടൈക്കുള്ള. അങ്ങനെ 3 കേബിൾ ടൈയിലായിരിക്കും നമ്മളിത് പിടിച്ചു നിൽക്കുന്നത്. ഇനി വേണ്ടത് ഇതിൽ നിന്നൊരു കയറെടുത്ത് ഇങ്ങനെ വന്ന് താഴോട്ട് വരണം. താഴേന്ന് വലിക്കുമ്പോൾ പിടി പ്രസ്സാവുന്നത് പോലെ സംഭവിക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു കേബിൾ ടൈ കൂടെ ഇവിടെ കൊടുക്കും. അതിനുവേണ്ടി 2 മാർക്കുകൾ കൊടുക്കുക. ക്ലിയർ അല്ലേ? അതിനിടെ ഒരു കാര്യം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ ലഭിക്കുവാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഞാനിതിൻ്റെ ഔട്ടറെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കട്ട് ചെയ്തു. ഇനി കേബിൾ ടൈ ഈ വഴിയെല്ലാം കേബിൾ ടൈ ഇടുക. അതിനുശേഷം സിസേഴ്സ് യഥാസ്ഥാനത്ത് വെച്ച് കേബിൾ ടൈ വെച്ച് അതൊക്കെ ടൈറ്റ് ചെയ്യുക. കേബിൾ ടൈ ഒരിക്കൽ ലോക്കായി കഴിഞ്ഞാൽ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം. നല്ല ടൈറ്റ് ചെയ്യുക. അതിനുശേഷം
അതിനുശേഷം എക്സ്ട്രാ ഉള്ള കേബിൾ ടൈയുടെ വാല് കട്ട് ചെയ്ത് കളയുക. ഇനി നാലാമത്തെ കേബിൾ ടൈ എന്ന് പറയുന്നത് കയർ ഇതുവഴി ഇടാൻ ഉള്ളതാണ്. അത് കുറച്ചൊരു ലൂസായി ഫുൾ അകത്തോട്ട് ഫുൾ ടൈറ്റ് ആവാത്ത രീതിയിൽ വേണം അത് ടൈറ്റ് ചെയ്യാനായിട്ട്. ചെറിയൊരു ഹുക്ക് പോലെ അവിടെ നിൽക്കണം. ഇതിൽ കയറാൻ വേണ്ടി വളരെ തിന്നായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കയറാണ് നമ്മൾ എടുക്കുന്നത്. ഇതാ ഹുക്ക് വഴി ഇടുക. എന്നിട്ട് ഈ ക്ലിപ്പ് അങ്ങ് ഊരിക്കളയാം. ക്ലിപ്പിൻ്റെ ആവശ്യമില്ല നമുക്ക്. എന്നിട്ട് കയറ് ആ ക്ലിപ്പിൻ്റെ സ്ഥാനത്തോട്ടിട്ട് നല്ലതായിട്ട് കെട്ടിവെക്കുക. കുറച്ച് എക്സ്ട്രാ ലെങ്ത്ത് കയറെടുത്ത് നല്ല രീതിയിൽ കെട്ടിവെക്കുക. ബാക്കിയുള്ള എൻഡ് ഇതുവഴി ചുറ്റി ആ ലിവറിന് ശരിക്കും ഗ്രിപ്പ് വരുന്ന രീതിയിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ആ ഹുക്ക് വഴി കയറ് അവിടെ എത്തിയിട്ടുണ്ട്. താഴെ നിന്ന് വലിക്കുമ്പോൾ അത് കട്ട് ചെയ്യുന്ന രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടോളൂ. ഇതാണ് നമ്മുടെ മെയിൻ മെക്കാനിസം. ഇനി നമുക്ക് വേണ്ടത് ഈ പ്ലാസ്റ്റിക് ട്യൂബിലോട്ട് PVC കയറ്റി ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്പം സൈസ് അധികമുണ്ട്, അത് മടക്കി വെക്കുക. ഞാനത് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പേപ്പർ ടേപ്പാണ് ഉപയോഗിക്കുന്നത്. നല്ല ഗ്രിപ്പാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നീങ്ങുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ലോങ് PVC ട്യൂബിൻ്റെ അറ്റത്ത് ഈ കട്ടറും അസംബ്ലിയും ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ചിലന്തി വല അടിക്കുന്ന ഒരു ചൂലിൻ്റെ ഒരു പാർട്ടാണ്. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും അകത്തോട്ട് ചുരുക്കി വെക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് PVC പൈപ്പ് ആയാലും മതി. നമുക്കിനി അത് ഫിറ്റ് ചെയ്യാം. ഈ കട്ടറിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മളിത് ഉറപ്പിക്കാൻ പോകുന്നത്. ഒരു 3 സെറ്റ് ഹോൾസ് ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യണം കേബിൾ ടൈ ഇടാനായിട്ട്. ഒരിക്കലും ടൂൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. മാങ്ങ പൈപ്പിനകത്തോട്ട് വെച്ച് ആ കട്ടറിൻ്റെ എഡ്ജ് കൊണ്ട് മാങ്ങയുടെ ഞെട്ടങ്ങറുത്തുകളെ താഴേക്ക് വലിച്ചാൽ മതി. അപ്പോൾ ഇതിൽ വലിക്കുമ്പോൾ പൈപ്പിന് ചെറിയൊരു ബെൻഡ് വരുന്നുണ്ട്, കണ്ടില്ലേ? അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയ ടെക്നിക്ക് കൂടെ ഉപയോഗിച്ചു. ഈ കയറെടുക്കുമ്പോൾ ആ പൈപ്പിനോട് ചേർന്ന് ഇങ്ങോട്ട് താഴോട്ട് എടുക്കണം. അപ്പോൾ ആ ബെൻഡ് വരില്ല. ഈ മാങ്ങ മാത്രമല്ല, നമുക്ക് മുരിങ്ങക്കായ അങ്ങനെയുള്ള സാധനങ്ങൾ, താഴെ വീണ പൊട്ടിപ്പോകുന്ന മറ്റ് സാധനങ്ങളും കൂടെ എടുക്കാൻ പറ്റും. ഇത് നോക്കിക്കോളൂ. കണ്ടില്ലേ? ഇതാണ് നമ്മുടെ കൃഷി ഉൽപ്പന്നങ്ങൾ കുറച്ചെടുത്തതാണ്. പിന്നെ മാത്രമല്ല, നമുക്ക് വീടിൻ്റെ മേലേക്ക് പടർന്നു കഴിക്കുന്ന വള്ളികളൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.